ഒരു പരാജയം പിടിച്ച ദിവസമായിരുന്നു. നമ്മൾ ആ പരിപാടിക്ക് പോയി, അത് കുളമായി, പോയത് വേസ്റ്റായി, അവർക്ക് പണമേ വേണ്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ജീവിതത്തിലെ ചില കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങൾ. എപ്പോൾ ലാബ് റിപ്പോർട്ടിന് വേണ്ടിയിട്ട് പോയാലും ആകെയുള്ള ഒരു ടെൻഷൻ ഇതാണ്, റിപ്പോർട്ടിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാവോ, പ്രശ്നങ്ങളുണ്ടാവോ എന്നുള്ളതാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നിപ്പോൾ രാവിലെ തന്നെ പോകുന്നത് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ്. നമ്മളെ ഒരു ആഡ് ഏജൻസി വിളിച്ചിട്ടുണ്ടായിരുന്നു, കാസ്റ്റിംഗ് ഏജൻസി. കാസ്റ്റ്യൂ എന്നാണ് അതിൻ്റെ പേര്. അവർ മോഡൽസിനെയും അതുപോലെ ആക്ടേഴ്സിനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. അപ്പോൾ അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട്, ബേസിക് ഫോട്ടോഷൂട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ബ്രാൻഡ് നമ്മളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്രാൻഡിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നു. ഈ ഏജൻസിക്ക് അതിൻ്റേതായിട്ടുള്ള കമ്മീഷൻ കിട്ടുന്നു. ഇതാണ് പരിപാടി. ഇത് നല്ലതാണോ ചീത്തതാണോ തട്ടിപ്പാണോ വെട്ടിപ്പാണോ ഒരു പിടിയില്ല. പോയി നോക്കുക. പൈസ ചോദിച്ചാൽ ടാറ്റയും ബൈ ബൈ പറഞ്ഞിട്ട് നമുക്കിട്ട് പോരാം. പക്ഷെ നമുക്കറിയില്ലല്ലോ നല്ലതാണോ ചീത്തതാണോ എന്നുള്ളത്. അമ്മയ്ക്കുള്ള ദോശ ഇതാ ഉണ്ടാക്കി കഴിഞ്ഞു. എനിക്കുള്ള ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ഡബിൾ ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് രണ്ടാളും കഴിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു, നേരെ ഇറങ്ങുക. രണ്ടാളുടെയും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇനി വേഗം കഴിക്കാൻ നോക്കട്ടെ. ഇതാ പിടിക്കൂ. നമുക്കറിയില്ലല്ലോ ആ കമ്പനി പേര് നല്ലതാണോ ചീത്തതാണോ. പൈസ മാത്രം ആഗ്രഹിച്ചിരിക്കുന്നവരാണോ, അതോ നമുക്ക് ഇതുപോലെ നല്ല എന്തെങ്കിലും വർക്ക് തരുമോ, മോഡലിംഗ് വർക്ക് തരുമോ, പരസ്യ വർക്കുകൾ തരുമോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ലല്ലോ. പോയി നോക്കിയാൽ തന്നെ അറിയുള്ളൂ. നമ്മളങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ബേസിക് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ തീർന്നു. ചെറിയ രീതിയിലൊരു ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഏകദേശം തീർന്നു. ഇനി ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങട്ടെ. ഞാനിത് വീട്ടിലെത്തിയ ശേഷം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ തിരിച്ച് വീട്ടിൽ തന്നെ എത്തി. അപ്പം വെയിൽ വരുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു, ഇപ്പോൾ അത്ര ചൂടില്ല. ഇപ്പോൾ ഏകദേശം ഒരു മഴക്കാറ് മൂടിയ പോലെ ഇരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാന്നുള്ളൊരു മൂഡിലാണ് നിൽക്കുന്നത്. അവിടെ ഫോട്ടോഷൂട്ടിന് പോയിട്ട് എന്താ ഉണ്ടായെന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കണ്ടേ. ഞാൻ ഫോട്ടോഷൂട്ടിന് പോയി. അവിടെ ചെന്ന സമയത്ത് ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല. എന്നോട് അവിടെ കയറി ഇരുന്നോളം പറഞ്ഞു. ഞാൻ അവിടെ കയറിയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു. അതിന് ശേഷം ഒരു 8-10 ക്ലിക്ക് ചെയ്തു. ഒരു 10 ഫോട്ടോസ് മാക്സിമം എടുത്തിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം എന്നോട് അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞു. ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരിൽ ഓരോരുത്തരായിട്ട് ഓരോരോ ക്യാബിനിലേക്ക് വിളിക്കാൻ തുടങ്ങി. ഒരു 5-6 ക്യാബിനുകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഒരു ക്യാബിനിലേക്ക് എന്നെ വിളിച്ചതിന് ശേഷം അവരുടെ ഇനിയാണ് ബിസിനസ്സിൻ്റെ സംസാരം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളതാണ് അവരുടെ ക്വസ്റ്റ്യൻ. എന്താണ് ഈ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ രൂപത്തിൽ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. നമ്മളെ പല രൂപത്തിൽ, കർഷകനായിട്ട്, നാടനായിട്ട്, ഫ്രീക്കായിട്ട്, അങ്ങനെ എന്താ പറയുക, നാടൻ മുണ്ടെടുത്ത്, ബനിയനെടുത്ത്, കള്ളിമുണ്ടും എടുത്തിട്ട് ബനിയനിട്ട്, അങ്ങനെ പല ആംഗിളിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ നമ്മളുടെ ഫോട്ടോസ് എടുക്കുന്ന ഒരു പരിപാടിയാണ് പോർട്ട്ഫോളിയോ. നമ്മളെ ഏതൊക്കെ രൂപത്തിൽ ഏതെല്ലാം ലുക്കിൽ കാണാൻ സൂപ്പറാണ് എന്നുള്ളത് കാണിക്കൽ. അപ്പോൾ ഇതുപോലെയുള്ള ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കണമെങ്കിൽ 20,000, 25,000, 30,000 രൂപ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ അത്രയും പേയ്മെൻറ്റ് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ. ഇങ്ങനെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ പോലും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടോ, നാളെ നമ്മൾ ഏതെങ്കിലും ബ്രാൻഡുകൾ സെലക്ട് ചെയ്യുമോ വിളിക്കുമോ എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു ഗ്യാരണ്ടിയില്ല. കാരണം എന്താണ്, ഇതുപോലുള്ളൊരു കാസ്റ്റിംഗ് ഏജൻസി ഇവർ മാത്രമല്ല, ഒരുപാടുണ്ട് അല്ലേ. അപ്പോൾ വലിയ ക്രെഡിബിളായിട്ടുള്ള കാസ്റ്റിംഗ് ഏജൻസികളിലേക്ക് വിളി ചിലപ്പോൾ പോയെന്ന് വരും. അവിടെ നിന്നുള്ള ആൾക്കാരെ എടുത്തുനിന്നും വരും, ഇവരെടുക്കുന്ന ആൾക്കാരെ എടുത്തിട്ടില്ല എന്നും വരും. ഇത് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, യൂട്യൂബിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരി, ഈ കാസ്റ്റ് യു CASTYOU എന്ന് പറയുന്ന ഈ ഒരു കാസ്റ്റിംഗ് ഏജൻസിനെ കുറിച്ചിട്ട് നെഗറ്റീവ് റിവ്യൂ മാത്രമേ ഉള്ളൂ. ഇവർ പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് പൈസ വാങ്ങിക്കുക എന്നുള്ളതല്ലാതെ ഇവർക്ക് വേറെ ഒരു പരിപാടിയില്ല. ഇവരിലൂടെ ആൾക്കാർ രക്ഷപ്പെട്ടത് 1000-ൽ 2 പേരൊക്കെ കാണുള്ളൂ എന്നാണ് പൊതുവെയുള്ളൊരു അഭിപ്രായം. കാരണം ഇവരെ ആർക്കും വേണ്ട തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ആ പൈസ പോകുമെന്നുള്ളത് മാത്രമാണ് ഫലം. കാരണം ഈ നെഗറ്റീവ് റിവ്യൂലൊക്കെ പറയുന്നത് 1 വർഷം 2 വർഷം വരെ കാത്തിരുന്നിട്ടും ഈ പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയ ആൾക്കാർക്ക് ഒരു വർക്ക് പോലും കിട്ടിയിട്ടില്ല, ഒരു ബ്രാൻഡ് പോലും അവരെ സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മുടെ പൈസ പോവുകയല്ലേ ഉള്ളൂ. അവരൊറ്റ കാരണം കൊണ്ട് ഞാൻ അവരുടെ അടുത്ത് നിന്ന് ജസ്റ്റ് സലാം പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നു. എന്നെക്കൊണ്ടാവില്ല. എന്ത് നിങ്ങൾ പൈസ കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, എന്തുകൊണ്ട് നിങ്ങൾ പോർട്ട്ഫോളിയോ ചെയ്യുന്നില്ല? എനിക്ക് താല്പര്യമില്ല, അത്ര തന്നെ. കാരണം അത്രയും ക്രെഡിബിളായിട്ടുള്ള, അത്രയും വിശ്വസിക്കാൻ പറ്റുന്നൊരു കമ്പനിയാണെങ്കിൽ ഓക്കെ. ഇത് അങ്ങനെയുള്ളൊരു കമ്പനിയായിട്ട് എനിക്ക് തോന്നിയില്ല ടോട്ടൽ റിവ്യൂ നോക്കിയപ്പോൾ. ഇനി നമ്മളുടെ ഡെയിലി ലൈഫ് കയോസിലേക്ക് കിടക്കട്ടെ. ഒന്നുമില്ല, നമുക്ക് ചെറുപയർ അരയ്ക്കണം. ഇതാണ് നമ്മുടെ ചെറുപയർ ദോശ ഉണ്ടാക്കണമെങ്കിൽ ഇത് അരച്ച് റെഡിയാക്കി മാവ് അരച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുപയർ ഇതിൻ്റെ പകുതിയായി, ഇനി ബാക്കി പകുതി കൂടി അരയ്ക്കാനുണ്ട്. ഇന്ന് വൈകുന്നേരത്തേക്ക് അരച്ചിട്ടില്ലെങ്കിൽ സാധനമില്ല. എന്തായാലും നമ്മുടെ ബ്ലഡ് റിപ്പോർട്ട് വന്നു. എല്ലാം വലിയ കുഴപ്പമില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്.
എല്ലാം പക്ക നോർമലാണ്, സമാധാനമായി. എപ്പോൾ ലാബ് റിപ്പോർട്ടിന് വേണ്ടിയിട്ട് പോയാലും ആകെയുള്ള ഒരു ടെൻഷൻ ഇതാണ്, റിപ്പോർട്ടിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാവോ പ്രശ്നങ്ങളുണ്ടാവോ എന്നുള്ളതാണ്. ഒന്നുമില്ല, സമാധാനമായി, ആശ്വാസമായി. റിപ്പോർട്ട് കംപ്ലീറ്റ്ലി സേഫാണ്. വല്ലതും അറിഞ്ഞു എന്തിനു വേണ്ടിയിട്ടാ എല്ലാം പറഞ്ഞു? നല്ല കാര്യം ഉണ്ടായോ? ഒരു കാര്യം ഉണ്ടായില്ല, പോയി അതുപോലെ തിരിച്ചു പോന്നു. അവർക്ക് പൈസയാണ് ആവശ്യം. അവർക്ക് പൈസ വേണ്ട, അവർക്ക് ഫോട്ടോ എടുക്കണം, നമ്മൾ ഫോട്ടോ എടുക്കണം, നമ്മൾ ഫോട്ടോ എടുത്ത് റെഡിയാക്കണം. അതിന് നമ്മൾ എടുക്കാൻ പാടില്ല, അവരെടുത്ത് പോയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കണം. വേറെ സ്റ്റുഡിയോയിലൊന്നും പോകാൻ പാടില്ല, മനസ്സിലായോ? നമ്മൾ അവരെടുത്തുന്നതിൻ്റെ പോയിട്ട് ഫോട്ടോ എടുക്കണം, വേറൊരു സ്ഥലത്തും പോയിട്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല. അവരുടെ സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അവർക്ക് അതിന് ഗുണമുണ്ട്. അതിന് 20,000, 25,000, 30,000 രൂപയൊക്കെയാണ് ഓരോരുത്തരുടെ അടുത്തുനിന്ന് മേടിക്കണത്. ആ, ആള് തരം നോക്കിയിട്ടാണ് അവർ റേറ്റ് പറയണത്. ഒരുപാട് മേക്കപ്പ് ഒരുപാട് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ 30,000-35,000 ഒക്കെ പറയുന്നുണ്ട്. വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്തവർ ഇടത്തരം ആൾക്കാരാണെങ്കിൽ അവർ ഒരു 20-25 ആ റേഞ്ചിൽ പറയുന്നുണ്ട്. അവർക്ക് പൈസയാണ് വേണ്ടത്. അവർക്ക് പോർട്ട്ഫോളിയോ എടുത്ത് കൊടുക്കുക, പൈസ ഉണ്ടാക്കുക. പിന്നെ അവരുടെ ആ പരിപാടി കണ്ടിട്ട് ആരും വിളിക്കുന്നൊന്നും എനിക്ക് തോന്നണില്ല. ഏതെങ്കിലും കമ്പനിക്കാരോ പരസ്യക്കാരോ, ഇപ്പൊ LIC പോലെ, തുണിക്കടകൾ പോലെ, സ്വർണ്ണക്കടകൾ പോലെ, അങ്ങനെയുള്ള പല കമ്പനിക്കാർക്കും നമ്മുടെ മുഖം വെച്ചിട്ട് പരസ്യം ചെയ്യാനുള്ള ഒരു ചാൻസ്. അപ്പൊ അതിലൊക്കെ മോഡലുകൾ വേണമല്ലോ ഫോട്ടോ എടുക്കാന്. എല്ലാത്തിനും സിനിമാ നടന്മാരെ കിട്ടൂലല്ലോ, നല്ല പൈസ കൊടുക്കണ്ടേ? അപ്പൊ പുതിയ ആൾക്കാരെ മതിയല്ലോ. ചെറിയ ചെറിയ കമ്പനികൾക്കും ചെറുതായിട്ട് പൈസ മുടക്കാൻ താല്പര്യമുള്ളവർക്കും അത് മതിയല്ലോ. ഇപ്പൊ വലിയ LIC പോലെ, അതുപോലെ ഭീമ, അതുപോലെ മലബാർ ഗോൾഡ്, അതുപോലെ തന്നെ ലുലു, അങ്ങനത്തെ വലിയ കമ്പനികൾക്ക് വലിയ ആൾക്കാരെ കിട്ടും പരസ്യം ചെയ്യാൻ. നമ്മളെ പോലുള്ളവർ വേണ്ട. സാധാരണക്കാർക്ക് സാധാരണക്കാരെ വേണം, വലിയ പൈസ കൊടുത്ത് വാങ്ങാൻ വയ്യല്ലോ. അങ്ങനെയുള്ളവർക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവർ വിളിക്കുന്നത്. പക്ഷെ ഇരിക്കെന്താ തോന്നണേ, ഇവരെടുത്ത് നിന്ന് ആരും വിളിക്കണില്ല. അതായത് ഇവര് നമ്മളെ പോലുള്ള ആൾക്കാരുടെ നിന്ന് പരിപാടിയൊക്കെ എടുത്ത് വെക്കും. ഇവരുടെ അടുത്തു നിന്ന് മെയിൻ കമ്പനികൾക്ക് ആരെയും വേണ്ട. അതുകൊണ്ട് നമ്മുടെ പൈസ അങ്ങോട്ട് പോയി കിട്ടും. നല്ല കാലം അത് അറിഞ്ഞു പോകുന്നത് നന്നായി. അല്ലെങ്കിൽ ചെന്ന് എന്ത് ചെയ്യും പൈസയും കൊടുത്തിട്ട്. നമുക്ക് ദോശ ഉണ്ടാക്കിയാലോ? അപ്പം അതെങ്കിലും നടക്കട്ടെ പരിപാടി. മമ്മി, നിങ്ങളെ ദോശ റെഡിയാണ്. ഇത് എടുത്ത് നമുക്ക് അമക്കിക്കോളൂ. അതിനകത്ത് പൊട്ടറ്റോ കറി ഉണ്ട്, കാപ്പി ഉണ്ട്, ഏതാ വേണ്ട വെച്ചെടുത്തോളൂ. എൻ്റെ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. 7:15 അമ്മയുടെ കഴിക്കൽ കഴിഞ്ഞു. നിങ്ങൾ അങ്ങനെ ഈ പച്ചദോശം കൊണ്ട് എടുത്തിട്ട് സർക്കസ് കഴിക്കുന്നു. ഇതെന്താ പരിപാടി? കഴിച്ചോ അങ്ങോട്ട്? പകുതിയൊന്നും വേണ്ട, മുഴുവൻ കഴിക്കും. എനിക്കിതാ ഇവിടെ പച്ചദോശ ഉണ്ടാക്കിയിട്ടുണ്ട്, ചെറുപയർ ദോശ, പൊട്ടറ്റോ കറി, മുക്കി കഴിക്കണമെങ്കിൽ കാപ്പി, എല്ലാ സാധനമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഡിന്നർ. നിങ്ങൾക്ക് ഈ മിക്സ്ചർ വേണോ? ഞാൻ തീർക്കാൻ പോവാണ്. വേണമെങ്കിൽ പറഞ്ഞോളേ, വേണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ കുട്ടി ബ്ലോഗ് ഇതവിടെ നിർത്തുകയാണ്. ഒരു പരാജയം പിടിച്ച ദിവസമായിരുന്നു. നമ്മൾ ആ പരിപാടിക്ക് പോയി, അത് കുളമായി, പോയത് വേസ്റ്റായി, അവർക്ക് പണമേ വേണ്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ജീവിതത്തിലെ ചില കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ബ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.